എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആതിര. ഗ്രീഷ്മ ഋതുവിന് ശേഷമുള്ള വർഷ ഋതു അല്ലെങ്കിൽ മഴക്കാലം, അതായത് നമ്മുടെ കർക്കിടക മാസത്തിൽ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷത്തിലെ കുറഞ്ഞ താപനിലയും കാരണം നമ്മുടെ ശരീരത്തിലെ അഗ്നിയുടെ ബലം കുറയുകയും, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി കുറയുകയും ആരോഗ്യം അതുമൂലം കുറയുകയും ചെയ്യുന്നു. ആയുർവേദത്തിൽ ഈ കാലഘട്ടത്തെ വിസർഗകാലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ശരീരബലം കുറഞ്ഞിരിക്കുന്ന അവസ്ഥ. വായു, വെള്ളം, ഭൂമി ഇവയെല്ലാം മലിനമാകുകയും അതുമൂലം നമുക്ക് പുതുതായിട്ടുള്ള രോഗങ്ങൾ പിടിപെടുകയും ചെയ്യുന്നു. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ സംരക്ഷണം ആതുരസ്യ വികാര പ്രശമനം. അതായത് ആതുരൻ്റെ രോഗത്തെ ശമിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സ്വസ്ഥൻ്റെ, അതായത് പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ സ്വാസ്ഥ്യത്തെ നിലനിർത്തുകയും ചെയ്യുന്നു. ഇതാണ് ആയുർവേദത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇത് ആയുർവേദത്തിൻ്റെ ഒരു ആപ്തവാക്യമാണ്. ഈ ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തിലെ വൈദ്യന്മാർ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഡോക്ടേഴ്സും തന്നെ ഈ കാലഘട്ടത്തെ, അതായത് ഈ കർക്കിടക മാസത്തെ ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കർക്കിടക മാസത്തിൽ ആരോഗ്യം നിലനിർത്താനായിട്ട് പറഞ്ഞിരിക്കുന്ന ഔഷധ കൂട്ടുകളിൽ നമുക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണ് തേങ്ങാമരുന്ന് അല്ലെങ്കിൽ കർക്കിടക തേങ്ങ എന്ന് പറയുന്നത്. കൂടുതലായും കോഴിക്കോട്, മലപ്പുറം ഭാഗത്തുള്ള ആളുകൾ ഇത് കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് കാണാറുണ്ട്. മഴക്കാലത്തുണ്ടാകുന്ന വേദന, തരിപ്പ്, ക്ഷീണം, പനി മുതലായവ മാറ്റാനും അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 2 തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അതായത് പണ്ടുള്ള ആൾക്കാർ ശാസ്ത്രീയമായി ഉണ്ടാക്കിയിരുന്നതും ഇക്കാലത്ത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയുമുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് കർക്കിടക തേങ്ങ അല്ലെങ്കിൽ തേങ്ങാമരുന്ന് അല്ലെങ്കിൽ മരുന്ന് തേങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് തേങ്ങ, സ്വല്പം നെയ്യ്, ശർക്കര. ഇനി ഇത് കൂടാതെ കാർബോഗിലരി, വിഴാലരി, ചെറുപുന്നരി, ചെറുപയർ, ജീരകം, ഉലുവ, അയമോദകം, കുരുമുളക്, ഗ്രാമ്പു, മഞ്ഞൾ, ആശാളി, ത്രിഫലത്തോട്, അതായത് കടുക്ക, നെല്ലിക്ക, താമിക്ക ഇവയുടെ തോടും മാതളത്തിൻ്റെ തോടും. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് 2 തരത്തിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പഴയ ആൾക്കാർ ഇത് ഉണ്ടാക്കിയിരുന്നത് ഈ ഔഷധക്കൂട്ടുകളെല്ലാം തന്നെ ഇരുമ്പ് ചട്ടിയിൽ ഇട്ട് ചൂടാക്കി പൊടിച്ചെടുക്കുക. ഈ പൊടിച്ച ഔഷധക്കൂട്ട് പൊതിച്ചിട്ട് കണ്ണിൽ തുളയിട്ട്, അതായത് പൊതിച്ച തേങ്ങയുടെ കണ്ണിൽ തുളയിട്ട് ആ വെള്ളം കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഈ ഔഷധക്കൂട്ടുകളെല്ലാം തന്നെ നിറച്ചതിന് ശേഷം മണ്ണ് വാരിപ്പൊത്തി തേങ്ങയുടെ കണ്ണ് മൂടിയതിന് ശേഷം ഇത് തീക്കനലിലിട്ട് ചൂടുക. ഏകദേശം ഒരു മണിക്കൂർ വരെ അങ്ങനെ തന്നെ വയ്ക്കുക. 1 മണിക്കൂർ ആകുമ്പോൾ തേങ്ങയുടെ ഉൾഭാഗം നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. 1 മണിക്കൂറിന് ശേഷം ഇത് പുറത്തെടുത്ത് ചിരട്ട കളഞ്ഞ് ഇതിനകത്തെ തേങ്ങയുടെ കാമ്പ് അടക്കം നമ്മൾ ഉരലിൽ ഇട്ട് ഇടിച്ച് ഉപയോഗിക്കുകയാണ് പണ്ടുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള മെത്തേഡ് ഉണ്ട്. അതായത് നമുക്ക് തേങ്ങാമരുന്ന് കൂട്ട് എന്ന് പറഞ്ഞ് നമുക്ക് പാക്കറ്റിൽ കടകളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആ കൂട്ട് നമ്മൾ വാങ്ങാം. അത് വാങ്ങിയതിന് ശേഷം ആൾക്കാരുടെ എണ്ണമനുസരിച്ച് നമുക്ക് 1-2 തേങ്ങ എടുക്കാം. സാധാരണ എടുക്കുന്നത് 2 മുറി തേങ്ങ, അതായത് 1 തേങ്ങ ചിരകിയത്, അത് ചീനച്ചട്ടിയിലിട്ട് നമ്മളൊന്ന് സ്വല്പം നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കുക. ആദ്യം സ്വല്പം നെയ്യ് ഒഴിക്കുക,
അതിനുശേഷം അതൊന്ന് വറുത്തെടുക്കുക. വീണ്ടും സ്വല്പം കൂടി നെയ്യ് ഒഴിക്കുക. തേങ്ങയുടെ അളവിനനുസരിച്ച് നമുക്ക് പാകം നോക്കി നെയ്യ് ഒഴിക്കാവുന്നതാണ്. ഏകദേശം തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കുക. ഇനി ഈ വറുത്തെടുത്തതിലോട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഔഷധക്കൂട്ട് വറുത്ത് പൊടിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് സ്വല്പം ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറുത്ത് നമുക്കെടുത്ത് മാറ്റി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് നമുക്കൊരു 2 മാസം വരെ ഇത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു ഡോസ് എന്ന് പറയുന്നത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ, അതായത് ഒരു 5 തൊട്ട് 10 ഗ്രാം വരെ നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഇത് ഒരു 2 ആഴ്ച തൊട്ട് 1 മാസ കാലയളവ് വരെ നമുക്ക് കഴിക്കാം. അതായത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ 2 ആഴ്ച മാത്രം കഴിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസം വരെ ഇത് കഴിക്കാവുന്നതാണ്. സാധാരണയായി വൈകുന്നേര സമയങ്ങളിലാണ് ഇത് കഴിച്ചു വരുന്നത്. അപ്പോൾ ഒരു ബലവർദ്ധനം, ഗർഭാശയ ശോധനം, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുക, വാതശമനം, അതുപോലെ തന്നെ രക്തപ്രസാധനം എന്നിങ്ങനെ വേദനാഹരം എന്നിങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉള്ള മരുന്നുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിലെ പ്രധാന ഒരു ഔഷധക്കൂട്ടിൽ ഒന്നാണ് കർക്കിടക തേങ്ങ അല്ലെങ്കിൽ മരുന്ന് തേങ്ങ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. മരുന്ന് തേങ്ങ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു, അതിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു, അതിൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കർക്കിടക കാലത്തിലെ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു.